പൂർണ്ണ നിറവായി പൊൻപൂരം. പൂരനഗരിയിൽ ജനസാഗരം നിറഞ്ഞൊഴുകി. പഞ്ചവാദ്യത്തിന്റെയും പാണ്ഡിമേളത്തിന്റെയും വാദ്യഗോപുരങ്ങൾ കൊട്ടിക്കയറിയ ദിനം കൂടിയായിരുന്നു പൂരം. താളപ്രപഞ്ചം പൊട്ടിവിരിഞ്ഞ മനോഹര നിമിഷങ്ങൾ മേളപ്രേമികളെ ആവേശത്തിലാഴ്ത്തി. എണ്ണം പറഞ്ഞ കൊമ്പന്മാരുടെ അകമ്പടിയിൽ ദേവീദേവന്മാർ വടക്കുന്നാഥനെ കണ്ട വണങ്ങാനെത്തിയതോടെ പൂരനഗരി ആവേശത്തിലാഴ്ന്നു. കളിമംഗലം ശാസ്താവ് എഴുന്നള്ളിയതോടെ പൂരത്തിന്റെ നിറവിലേക്ക് നെയ്തലക്കാവ്, കാരമുക്ക്, അയ്യന്തോൾ, ലാലൂർ, ചൂരക്കോട്ടുകാവ്, ചെമ്പുകാവ്, പനമുക്കുംപിള്ളി എന്നീ പൂരങ്ങൾ എഴുന്നള്ളിയെത്തി. തിരുവമ്പാടിയുടെ പുറത്തേക്കെഴുന്നള്ളിപ്പിനും മഠത്തിലേക്കുള്ള വരവിനും അകമ്പടിയായി ദേശക്കാർ അലിഞ്ഞു ചേർന്നു. വഴിനീളെ പറയെടുപ്പോടെയായിരുന്നു മഠത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ്. 11:20 കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിലേറി തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് തുടങ്ങി. കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം വേനൽ ചൂടിൽ കുളിർക്കാറ്റായി. കത്തിജ്വലിക്കുന്ന മേടസൂര്യനെ സാക്ഷിയാക്കി 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെയായിരുന്നു പാറമേക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത്. കൊമ്പൻ ഗുരുവായൂർ നന്ദന്റെ ശിരസിലേറിയായിരുന്നു ഭഗവതിയുടെ പുറത്തേക്കെഴുന്നള്ളത്ത്. പുരുഷാരത്തെ ഇളക്കിമറിച്ച മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ ലോകോത്തര ക്ലാസിക്കൽ സിംഫണിയായി ഇലഞ്ഞിത്തറ മേളം മുറുകി. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് തിരുവമ്പാടിയുടെ പാണ്ഡിമേളം ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ രൗദ്രത തീർത്തു. പിന്നെ ആർത്തിരമ്പി ജനസാഗരത്തെ ആവേശത്തിൽ ആറാടിച്ച് പ്രസിദ്ധമായ തെക്കോട്ടിറക്കവും കുടമാറ്റവും നടന്നു. രാത്രി പകൽ പൂരത്തിന്റെ തനിയാവർത്തനം. പുലർച്ചെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഊഴമനുസരിച്ച് കമ്പക്കെട്ടിന് തിരികൊളുത്തും. ബുധനാഴ്ച രാവിലെ പകൽ പൂരത്തിന് ഇരു ഭഗവതിമാരും വടക്കുംനാഥനിലേക്ക് എഴുന്നള്ളും. ഇരുവിഭാഗത്തിന്റെയും മേളം കൊട്ടിക്കലാശിക്കുന്നതോടെ ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലിപ്പിരിയും. പിന്നെ പകൽ വെടിക്കെട്ടോടെ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.